+2 സ്റ്റുഡൻസ്, ഇനി നമ്മുടെ എക്സാം എന്താണ് മുമ്പിലുള്ളത്? ഇംഗ്ലീഷ് എക്സാം. അപ്പോൾ ഇംഗ്ലീഷ് എക്സാം മാക്സിമം എങ്ങനെ ഫുൾ മാർക്ക് മേടിക്കുക എന്നുള്ള ഈ വീഡിയോയിൽ പറഞ്ഞുതരാം മക്കളെ. ഇത് നമ്മൾ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ആണ് തരാൻ പോകുന്നത് ഞാൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സാറേ ഈ പ്രഡിക്ഷൻസ് എങ്ങനെയാണ് സാറിന് കിട്ടുന്നത്? വളരെ സിമ്പിളാണ് മക്കളെ. കഴിഞ്ഞ ഒരു 3-4 വർഷത്തെ പേപ്പർ നോക്കുന്നു, നമ്മൾ ആ പാറ്റേൺ അനലൈസ്, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. ഓക്കെ, നിങ്ങളൊരു ടേബിൾ ഉണ്ടാക്കുക, ഏതൊക്കെ ചാപ്റ്റർ എന്തൊക്കെ ക്വസ്റ്റ്യൻ വന്ന് നോക്കുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളൂ. അപ്പോൾ മക്കളെ നിങ്ങൾ ഇത് കണ്ടിട്ട് പോകണം. ആൻഡ് രസകരമായ കാര്യം എന്താ വെച്ചാൽ, ഞങ്ങൾ ഇതാ ഈ വീഡിയോ തന്നിട്ട് ഇത് മാത്രം പഠിച്ചാൽ മതി എന്നല്ല പറയുന്നത്. ഇന്ന് വൈകുന്നേരം നിങ്ങൾക്ക് 7 മണിക്ക് നമ്മൾ ഫുൾ ചാപ്റ്റർ ആൻഡ് ഡിസ്കോഴ്സ് പഠിപ്പിച്ചു തരും. ഓക്കെ, ആൻഡ് ഫുൾ പഠിപ്പിക്കും മക്കളെ, എല്ലാ ചാപ്റ്ററും പഠിപ്പിക്കും, എല്ലാ ഡിസ്കോഴ്സും പഠിപ്പിക്കും. അപ്പം നാളത്തെ പേപ്പർ നിങ്ങൾ നോക്കുമ്പോൾ എക്സാമിനർ പഠിപ്പിച്ചതേ വരുള്ളൂ. കാരണം എന്താണ്? എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ആൻഡ് രാവിലെ മോർണിംഗ് ബൂസ്റ്ററിൽ ഗ്രാമറും ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഡിസ്കോഴ്സും ചാപ്റ്ററും പോയും എല്ലാം ഇന്ന് രാത്രി 7 മണിക്ക് പഠിക്കും. അവ എല്ലാവരും വരണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? രാവിലെ ഗ്രാമറും കൂടി ചെയ്താൽ എല്ലാം കഴിഞ്ഞു. ഓക്കെ, ഇനി സാർ എന്താണ് സാർ പ്രഡിക്ഷൻ? ഫസ്റ്റ് കാര്യം, നിങ്ങൾ ബേസിക്സ് ആണ് നമ്മൾ 4 യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത്. ആൻഡ് കൂടുതലും 3rd and 4th യൂണിറ്റ് കൂടുതലും. ഓക്കെ, ഒരിക്കലും ഫസ്റ്റ് യൂണിറ്റ് സെക്കൻഡ് യൂണിറ്റ് വരില്ല എന്നല്ല, കൂടുതലും 3rd and 4th യൂണിറ്റിനെ വരും. അപ്പൊ നമ്മൾ എല്ലാ ഈ ചാപ്റ്ററും പഠിക്കണം, എല്ലാം പോയും പഠിക്കണം. കാരണം പോയെന്ന് എന്തൊക്കെ വരുന്ന കാര്യങ്ങൾ പറയണം. ഓക്കെ, ഇനി നമ്മുടെ ഫസ്റ്റ് എക്സാം പേപ്പർ തുടങ്ങുമ്പോൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ ആൻഡ് പോയം കോംപ്രിഹെൻഷൻ ഉണ്ട്. ഓക്കെ, ഒരു പോയം തരും, അല്ലെങ്കിൽ ലൈൻസ് തരും, ആൻഡ് ചാപ്റ്റർ തരും, അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. എന്തൊക്കെയാണ് വരുന്നത്? അപ്പോൾ കഴിഞ്ഞ വർഷം 2024, 2023, 2020. ഓക്കെ, ഇതിൽ നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് വരുന്നത് കഴിഞ്ഞ വർഷം ഹൊറഗുല്ലോ ആണ് വന്നത്, മാച്ച് ബോക്സ് ആണ്, 3 വീൽഡ് റെവല്യൂഷൻ ആണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇതാ സാർ ഇത് ഈ ചാപ്റ്റർ ഒന്നും പറയാനൊന്നും പറ്റില്ല, പാറ്റേൺ കാണുന്നില്ല. പോയം കോംപ്രിഹെൻഷനിൽ ഇരിക്കുമ്പോൾ മെൻഡിങ് വോളും സ്റ്റാമർ. ഓക്കെ, മെൻഡിങ് വോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടേം 1 പോയം ആണെന്ന് എനിക്കറിയാം. സാറേ റൈസും സ്റ്റാമറും അല്ലേ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? റൈസിൽ നിന്ന് പോയം ലൈൻസിൽ നിന്ന് ചോദ്യങ്ങൾ കുറവാണ്, വരില്ല എന്നല്ല, കുറവാണ്. അപ്പോൾ സ്റ്റാമർ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ മെൻഡിങ് വോൾ നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്യണം. ഇന്ന് വൈകുന്നേരം ഞാൻ ചെയ്തുതരാം, എല്ലാം പോയം നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി കമ്പയർ പോയം കമ്പാരിസൺ ഉണ്ടാവും എല്ലാ വർഷവും ഉറപ്പായിട്ട് വെച്ചത് 8 മാർക്കിനുള്ള പോയം കമ്പാരിസൺ. ഓക്കെ, അത് എനി വുമണിൽ നിന്ന് കമ്പയർ ചെയ്യും, ഒരു വുമൺ ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു മദർ ചാപ്റ്റർ ആയിട്ട് കമ്പയർ ചെയ്യും. ഓക്കെ, എനി വുമൺ വരാം, സ്റ്റാമറും വരാം. ഓക്കെ, അപ്പം അതിന് മുൻപ് നിങ്ങൾ നോക്കിയാൽ കഴിഞ്ഞ വർഷത്തെ ഫൈനലൊക്കെ നോക്കിയാൽ മെൻഡിങ് വോൾ വരും. അപ്പോൾ പോയംസ് നമുക്ക് സ്റ്റാമർ, മെൻഡിങ് വോൾ, എനി വുമൺ ആൻഡ് റൈസ് പഠിക്കണം. 4 നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം റൈസിൽ നിന്ന് എന്താണ് റൈറ്റപ്പ് ചോദിക്കും, അല്ലെ പാരഗ്രാഫ് എഴുതാൻ പറയും. ഓക്കെ, അപ്പോൾ അത് പഠിച്ചോ. ഇനി നമ്മൾ ഡിസ്കോഴ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ കാണാൻ പറ്റും പ്രത്യേകിച്ച് ഒരു പാറ്റേൺ ഇല്ല. ഓക്കെ, കാരണം എനിക്കൊന്ന് +2 ഇംഗ്ലീഷ് ടേം 2 എന്ന് പറയുമ്പോൾ എക്സ്പെരിമെന്റേഷനാണ്, പുതിയ നമുക്ക് ഇടാം. ഓക്കെ, ഇന്നേ വരെ വരാത്ത സംഭവങ്ങൾ ഇടാൻ നിങ്ങൾ കണ്ടത്. ഇത് കാണുമ്പോൾ കുറച്ച് പേടിയാണെങ്കിൽ ഇത് കണ്ടോ. ഓക്കെ, റെഡ് കളറിൽ കൊടുത്താണ് 3 വർഷം വന്നിട്ടുള്ള 3 വർഷം കഴിഞ്ഞ 3 വർഷം ക്രിസ്മസ് എക്സാമിന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ അല്ലെ എസ്സേ 3 L's വന്നിട്ടുണ്ട്, 3 L's വന്നിട്ടുണ്ട്, റൈസ് അല്ലെങ്കിൽ 3 L's വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതാ സാറേ നാളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സാർ 3 L's എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് കിട്ടിയത്? വളരെ സിമ്പിൾ, നമ്മൾ 3 വർഷത്തെ പേപ്പർ നോക്കി അത് ക്രിസ്മസ് എക്സാമിൽ കണ്ടിട്ടുണ്ട്. 3 L's തന്നെ വരണം നിർബന്ധമില്ല, പക്ഷെ നല്ല സാധ്യതയുണ്ട്. കണ്ടല്ലോ ആർട്ടിക്കിൾ. ഇനി റിപ്പോർട്ട് 1 വർഷം വന്നിട്ടുള്ള കഴിഞ്ഞ 3 വർഷം. അപ്പം നിങ്ങൾ പഠിക്കരുത് എന്നല്ല, പഠിക്കണം. പക്ഷേ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നമുക്ക് ആർട്ടിക്കിൾ എസ്സേനെ കൊടുക്കുക. ഓക്കെ, 8 മാർക്ക്. ആപ്ലിക്കേഷൻ ലെറ്റർ മക്കളെ ഉറപ്പായിട്ടും വരുന്ന സാധനമാണ് ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ. നീ ഏത് ചാപ്റ്റർ ഏത് ടോപ്പിക് എന്ന് എനിക്ക് പറയാൻ പറ്റില്ലെങ്കിലും എനിക്ക് ഉറപ്പായിട്ട് വരാം ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ. ആൻഡ് ഇത് നിങ്ങൾക്ക് ഞാൻ ഒരിക്കലും അതിൻ്റെ ഏത് ക്വസ്റ്റ്യൻ വരുന്നു പറയേണ്ട ആവശ്യമില്ല. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ എന്താ, നിങ്ങൾ അതിൻ്റെ ഫോർമാറ്റ് പഠിക്കുക, കണ്ടന്റ് എഴുതുക, നിങ്ങൾക്ക് ഭാഷ വെച്ചിട്ട് എഴുതുക, ഫോർമാറ്റ് പറഞ്ഞാൽ മതി. ഒരിക്കലും ഈ ടോപ്പിക്കിന് ഇതാണ് ഇയാൾ എഴുതാൻ പോകുന്ന ലെറ്റർ ആണ് നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഫോർമുല ബൈഹാർട്ട് ചെയ്യുക പോലെയല്ല, നിങ്ങൾ കണ്ടന്റ് നിങ്ങൾ ഉണ്ടാക്കുക, ഫോർമാറ്റ് ചെയ്യാൻ പറയാം. അപ്പോൾ ജോബ് ആപ്ലിക്കേഷൻ എന്താണെങ്കിലും ഷഹീൻ മിസ്ട്രി നമ്മുടെ ചാപ്റ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫോർ ഡെലിവറി ബോയ്, അല്ലെങ്കിൽ എന്ത് ജോബ് വേണം ആയിക്കോട്ടെ, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പോലെ പഠിപ്പിച്ചല്ലോ. ഓക്കെ, ബ്ലോഗ് വരുന്നുണ്ട് മക്കളെ, ബ്ലോഗ് ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്, നമ്മുടെ പോയം വരുന്നുണ്ട്, അബാൻഡൻ, എന്ത് വേണം വരാം. പിന്നെ ഡയറി എൻട്രി 2 വർഷം കാണുന്നുള്ളൂ. ഓക്കെ, അത് നമ്മുടെ ദീദി എന്നുള്ളൊരു ഇതുണ്ട്. അതേപോലെ കവലപ്പരേനെ പറ്റിയിട്ടുണ്ട്. ഡയറി നിങ്ങൾക്ക് ആകെ ഞാൻ ഫോർമാറ്റ് പഠിപ്പിച്ചു തരാം. ഓക്കെ, ക്യാരക്ടർ സ്കെച്ച് റോബർട്ട് ബോൾവിനെ പറ്റി 2 വർഷം. അപ്പോൾ റോബർട്ട് ബോൾവിൻ ഒന്ന് എക്സ്ട്രാ ശ്രദ്ധിച്ച് പഠിച്ചോ. ഓക്കെ, സ്പീച്ച് എന്ന് പറയുമ്പോൾ എല്ലാ വർഷം വന്നിട്ടുണ്ട്. ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് ആണ് കൂടുതലാണ്. അപ്പം ഇതൊരു പാറ്റേൺ ആണ്, നല്ലൊരു പാറ്റേൺ ആണ്. ഓക്കെ, ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസിനെ പറ്റിയിട്ട് സ്പീച്ച്. ഓക്കെ, ഇനി ഇമെയിൽ നോക്കിയാൽ ഹൊറഗുല്ലോ, റാൻഡം. ഓക്കെ, ഇമെയിൽ വരും എന്ന് ഉറപ്പിച്ചോ, ഇമെയിൽ വരും. ഓക്കെ, കാരണം ലെറ്റർ റൈറ്റിംഗ് ഒക്കെ ഇത്രയും കാലം വരിക. ഈ വർഷം +2 നിങ്ങൾക്ക് സ്പീച്ച് വരും, അതേപോലെ ആപ്ലിക്കേഷൻ ലെറ്ററും ഇതൊക്കെയാണ് പുതിയത്. ഓക്കെ, ഇമെയിൽ. ലെറ്റർ റൈറ്റിംഗ് എഡിറ്ററിനുണ്ട്. ഓക്കെ, NGO ഉണ്ട്. ഫോർമൽ ലെറ്റർ ആണ് കൂടുതലും കാണാറ്. ലൈവ് TV റിപ്പോർട്ട് 1 പ്രാവശ്യം വന്നിട്ടുള്ളൂ. റൈറ്റപ്പ് വന്നിട്ടുണ്ട്. റൈസിന്റെ സറ്റയറിക്കൽ എലമെന്റ്, സറ്റയറിന്റെ മീനിങ് എന്താ, സറ്റയറിക്കൽ എലമെന്റ്സിന്റെ മീനിങ് എന്താണെന്ന് അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ വന്ന റൈസിന്റെ സറ്റയറിക്കൽ എലമെന്റ്സിനെ പറ്റി കമന്റ് ചെയ്യാൻ പറഞ്ഞു, എന്ത് ചെയ്യും?
എന്ത് ചെയ്യും? അതാണ്. അപ്പോൾ പഠിക്കണം പോയം എന്താണെന്ന്. ഓക്കെ, അപ്പോൾ റൈസിന് വീണ്ടും വന്നിട്ടുണ്ട് ആ പോയത്തിനെ പറ്റി എഴുതാൻ വേണ്ടിയിട്ട്. ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂ കാരണം എന്താണ്? നമുക്കൊരു ഇൻ്റർവ്യൂ ചാപ്റ്റർ ഉണ്ട്, അതിനെ പറ്റി കുറേ വരുന്നുണ്ട്. പിന്നെ ഇത് ന്യൂസ് റിപ്പോർട്ടും ബ്ലർബും വല്ലപ്പോഴും വരാറുണ്ട്. തോട്ട്സ് ആൻഡ് ഫീലിംഗ്, ബ്ലർബ് ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ, ഒന്ന് പഠിച്ചു വെക്കണം. തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ്, അമിഗോ ബ്രദേഴ്സ്, എനി വുമൺ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തന്നെ എഴുതാം, നിങ്ങളുടെ ഫീലിംഗ്, നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ എഴുതാൻ പറ്റും. ഓക്കെ, ഡിസ്കോഴ്സിലേക്ക് വരുമ്പോൾ ഇനി നമ്മുടെ ഗ്രാമറിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ വരിക? റിപ്പോർട്ടഡ് സ്പീച്ച് കഴിഞ്ഞ വർഷം ചോദിച്ചില്ല, അതിൻ്റെ മുമ്പത്തെ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. റിപ്പോർട്ടഡ് സ്പീച്ച് അപ്പോൾ പഠിക്കണം. ഞാൻ പഠിപ്പിച്ചാലും വളരെ സിമ്പിളാണ്, നിങ്ങൾ എല്ലാ വർഷങ്ങളും കഴിഞ്ഞ വർഷങ്ങൾ പഠിച്ചതാണ്. ഓക്കെ, ഇനി ആക്റ്റീവ് പാസീവ് ഒന്ന് വേഗം ഒന്ന് പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചുതരാം, ട്രിക്സ് ഒക്കെ വെച്ച് വേഗം പഠിപ്പിച്ചുതരാം. എഡിറ്റിംഗ് എപ്പോഴും വരും. ഓക്കെ, എഡിറ്റിംഗ് നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് വരും, പക്ഷേ നിങ്ങൾ ടേം 2 കഴിഞ്ഞ വർഷം കണ്ടുള്ളൂ എന്നുള്ള പക്ഷേ പഠിച്ചിട്ട് പോകാം. ഓക്കെ, ഫ്രേസൽ വേർബ് കഴിഞ്ഞ വർഷം ഉണ്ട്, പഠിക്കാം. ആൻഡ് കൺജങ്ഷൻ ബട്ട് സോ ഓർ 2 വർഷം മുമ്പ് ചോദിച്ചിട്ടുള്ളൂ. ആക്ച്വലി 4 വർഷം മുമ്പ്, ക്രിസ്മസ് എക്സാം അപ്പോഴാണ് അതിൻ്റെ മുമ്പ് നടന്നത്, അതും പഠിച്ചിട്ട് പോകാം. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലായിട്ടുണ്ട് അലൻ സാറിൻ്റെ പ്രഡിക്ഷൻ എവിടെ നിന്നാണ് വരുന്നത്, കഴിഞ്ഞ വർഷങ്ങളിൽ പേപ്പർ നോക്കി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പം അത് വിചാരിച്ച് എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. കാരണം നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷം നിങ്ങളുടെ +1 മാത്സ് വേറെ തന്നെ പാറ്റാണ്, ഈ വർഷത്തെ +1 മാത്സ് ക്രിസ്മസ് എക്സാം വേറെ തന്നെ പാറ്റാണ്. വിച്ച് മീൻസ് എങ്ങനെ വേണം ചോദിക്കുക, പക്ഷെ നമ്മളെല്ലാം പഠിക്കുന്നു. ഓക്കെ, 10 വയസ്സിന് 20 വയസ്സിന് മാത്രം പഠിച്ചിട്ടില്ല പോകുന്നത്, എല്ലാം പഠിക്കുന്നു. ആൻഡ് പാറ്റേൺ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസിൽ പഠിക്കുന്നു. എന്നിട്ട് നമ്മൾ ഇംഗ്ലീഷ് എക്സാം സെറ്റ് ആക്കുന്നു. ഓക്കെ, അപ്പോൾ മക്കളെ വൈകുന്നേരം 7 മണിക്കാണ് ആൻഡ് രാവിലെ 5 മണിക്കാണ്. ഞാനുണ്ട്, അലക്സാറുണ്ട്, ഫുൾ പവർ നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചു തീർക്കാം. അപ്പം വൈകുന്നേരം 7 മണിക്ക്. പിന്നെ സറ്റൈറിക്കൽ എലിമെന്റ്സ് എന്താണെന്ന് അറിയെങ്കിൽ മീനിങ് കമന്റും ചെയ്യാം. ബൈ ബൈ.